ചെമ്പേരി പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ഫൊറോന ദേവാലയത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ തിരുവെഴുത്തിലൂടെ ബസിലിക്ക പദവി നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇത് നമുക്കെല്ലാവർക്കും ആനന്ദത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും ഒരു നിമിഷമാണ്. നമുക്കറിയാവുന്നതുപോലെ ബസിലിക്ക എന്നത് പരിശുദ്ധ പിതാവിന്റെ സ്വന്തം ദേവാലയം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. റോമിലെ പ്രസിദ്ധമായ 4 ദേവാലയങ്ങളാണ് മേജർ ബസിലിക്കകളായി അറിയപ്പെടുന്നത്. അത് പരിശുദ്ധ പിതാവിന്റെ ആസ്ഥാന ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, ലാറ്ററൻ ബസിലിക്ക എന്നറിയപ്പെടുന്ന സെന്റ് ജോൺ ബസിലിക്ക, അതുപോലെ മരിയ മജോറെ ബസിലിക്ക, വിശുദ്ധ പൗലോസ്ലീഹായുടെ പേരിലുള്ള ബസിലിക്ക. ഈ 4 മേജർ ബസിലിക്കകൾ കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ പിതാവ് അംഗീകാരം നൽകിയ ബസിലിക്കകളെല്ലാം മൈനർ ബസിലിക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ പദവിയാണ് ചെമ്പേരി ലൂർദ് മാതാ ഫൊറോന പള്ളിക്ക് ലഭിച്ചിരിക്കുന്നത്. കുടിയേറ്റത്തിന്റെ ശതാബ്ദി വർഷമാണ് മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം 2025 എന്ന്. ആ ശതാബ്ദിയുടെ നിറവിലായിരിക്കുന്ന കുടിയേറ്റ ജനതയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ സമ്മാനമാണ്. നമ്മുടെ അതിരൂപത പ്ലാറ്റിനം ജൂബിലി വർഷത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മ വഴി നാളിതുവരെയും നമുക്ക് ലഭിച്ച എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കാനും അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ സമ്പൂർണമായും പുനരർപ്പണം ചെയ്യാനുമുള്ള അവസരമായിട്ട് ഈ ബസിലിക്ക പദവി ലബ്ധിയെ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കേരളത്തിൽ സിറോ മലബാർ സഭയ്ക്ക് ഇതിനോടകം 4 ബസിലിക്കകളാണ് ലഭിച്ചിരിക്കുന്നത്. എറണാകുളം അങ്കമാലി ബസിലിക്കകള്, അതുപോലെ തന്നെ തൃശൂര് ചമ്പക്കുളം ബസിലിക്കകൾ. ഈ 4 ബസിലിക്കകൾക്ക് ശേഷം മലബാർ റീജിയനിൽ സിറോ മലബാർ സഭയ്ക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ് ചെമ്പേരി ലൂർദ് മാതാ ഫൊറോന ദേവാലയം. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് മുഴുവനും ലഭിച്ച അംഗീകാരമായിട്ട്, ഓരോ വിശ്വാസിക്കും ലഭിക്കുന്ന അംഗീകാരമായിട്ട് നമുക്ക് ഈ പദവിയെ മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ പിതാവും പ്രാദേശിക സഭയും തമ്മിലുള്ള വലിയ ആത്മബന്ധത്തിന്റെ അടയാളം കൂടിയാണ് ഓരോ ബസിലിക്ക ദേവാലയവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെമ്പേരി ഫൊറോന ദേവാലയം നവീകരണ പ്രവൃത്തികളിലായതിനാൽ ഈ നവീകരണം പൂർത്തിയാകുന്ന പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ തലേന്ന് ഓഗസ്റ്റ് 14 തീയതി ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ബസിലിക്ക പദവി ആ ദേവാലയത്തിന് നൽകുകയും ചെയ്യുന്നതാണ്. ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി അധ്വാനിച്ച ബസിലിക്കയുടെ നിയുക്ത റെക്ടർ റവറൻ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ടച്ഛനെയും അച്ഛന്റെ വലങ്കൈകളായി പ്രവർത്തിച്ച എല്ലാ ബഹുമാനപ്പെട്ട അസ്തേന്ത്യ അച്ഛന്മാരെയും, അതുപോലെ തന്നെ എല്ലാ കൈക്കാരന്മാരെ, പാരീഷ് കൌൺസിൽ അംഗങ്ങൾ, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ, ഇടവക സമൂഹം മുഴുവനും പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ മാധ്യസ്ഥാനുഗ്രഹം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സന്തോഷവാർത്ത നിങ്ങളെല്ലാവരുമായി പങ്കുവച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയും.